എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 96 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയതല്ലേ. ഇനി നമുക്ക് അതിലെ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യാനുള്ളത്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം? ഫൈൻഡ് ടു നമ്പേഴ്സ് വിത്ത് സം 4 ആൻഡ് പ്രൊഡക്റ്റ് 2. അതായത് രണ്ട് സംഖ്യകൾ, ആ സംഖ്യകളുടെ സമ്മ് തുക എത്രയായിരിക്കണം? 4 ആയിരിക്കണം. അതിന്റെ പ്രൊഡക്റ്റ് ഗുണനഫലം 2 ആയിരിക്കണം. അപ്പൊ ആ രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഒരു സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കാം അല്ലെ. അപ്പൊ അതിൽ നമ്പേഴ്സ് ഒന്ന് എക്സ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ ഏതായിരിക്കും? ഇവിടെ നമ്മുടെ രണ്ട് സംഖ്യകളുടെ തുക സമ്മ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് സമ്മ് തുക എത്രയാണ്? 4. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഇപ്പൊ രണ്ട് സംഖ്യകളുടെ തുക 10 ആണെന്ന് വിചാരിക്കാം. അതിൽ ഒരു സംഖ്യ 6 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മറ്റേ സംഖ്യ എത്രയായിരിക്കും? മറ്റേ സംഖ്യ 10 നമുക്കറിയാം 4 ആയിരിക്കും അല്ലെ. രണ്ട് സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ 10 കിട്ടും. ഒരു സംഖ്യ 6 ആണെങ്കിൽ അടുത്ത സംഖ്യ എത്രയായിരിക്കും? 4 ആയിരിക്കും അല്ലെ. 4 ആയിരിക്കാം നമുക്കറിയാം. ഈ 4 നമുക്ക് എങ്ങനെ കിട്ടിയത്? സമ്മിൽ നിന്ന്, അതായത് 10ൽ നിന്ന് നാം എന്ത് ചെയ്തു? അറിയാവുന്ന ഈ സംഖ്യ കുറച്ചു അല്ലെ. അപ്പൊ 6 കുറച്ചപ്പോ നമുക്ക് 4 കിട്ടി. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സംഖ്യ 10 - 6 എന്ന് എഴുതാം അല്ലെ. 10 - 6 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ അതേ രൂപത്തിൽ ഇവിടെ നോക്കിയാൽ സമ്മ് എത്രയാണ്? സമ്മ് 4 ആണ്. ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്ത സംഖ്യ എന്തായിരിക്കും? സമ്മിൽ നിന്ന് ഈ ഒരു സംഖ്യ, അതായത് എക്സ് കുറയ്ക്കാം. ഇവിടെ ചെയ്ത് അതേപോലെ അല്ലെ. അപ്പൊ നമുക്ക് മറ്റേ സംഖ്യ എന്തായിരിക്കും? സമ്മിൽ നിന്ന് 4ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? അറിയാവുന്ന സംഖ്യ എത്രയാണ്? എക്സ് അല്ലെ. അപ്പൊ എക്സ് നമ്മൾ കുറയ്ക്കുക. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടണം? അവയുടെ പ്രൊഡക്റ്റ് 2 അല്ലെ. അപ്പൊ ഉത്തരം നമുക്ക് 2 കിട്ടണം. രണ്ട് സംഖ്യ തമ്മിൽ ഗുണിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ ഗുണിക്കുക? എക്സ് ഇൻറ്റു ഇതേതാണ്? 4 - എക്സ്. രണ്ടും കൂടി ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടണം? 2 കിട്ടണം. ഓക്കെ, ഇനി നമുക്ക് പല സ്റ്റെപ്പുകൾ ചെയ്യാൻ അറിയാം അല്ലെ. ഇനി എന്ത് വേണം? എക്സ് കൊണ്ട് നമ്മൾ ഓരോന്നിനെയും ഗുണിക്കുന്നു. അപ്പൊ 4 × എക്സ് 4x - x × x x². 4x - x² = 2. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പൊ നമുക്കിവിടെ ആദ്യം x² ആണ് കൊടുക്കാറ് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി എഴുതാം. അപ്പൊ അപ്പൊ ചിഹ്നം നോക്കാം. -x² + 4x = 2 എന്ന് കിട്ടി. ഇതിനെ നമ്മൾ അങ്ങോട്ട് നീക്കി എക്സ് നമ്മൾ ഇങ്ങോട്ട് വെച്ചു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നോക്കിയാൽ -x² അല്ലെ. അപ്പൊ ഒരു വർഗത്തിന് മൈനസ് വരില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ മൈനസ് കളയണം. അപ്പൊ അതിനെന്ത് ചെയ്യാം? മൈനസ് കളയണമെങ്കിൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരെണ്ണത്തിന്റെ ചിഹ്നം മാറ്റുകയാണെങ്കിൽ എല്ലാത്തിന്റെയും ചിഹ്നം നമ്മൾ മാറ്റണം അല്ലെ. അതായത് ഇവിടെ നമ്മൾ -x² എന്നുള്ളത് x² ആക്കുകയാണെങ്കിൽ ഈ +4x എന്നുള്ള എന്താവും? അതിന്റെ ചിഹ്നം മാറി -4x എന്നായി. = ഈ +2 എന്നുള്ള എന്തായി മാറി? -2 മാറി. ഇനി നമ്മൾ എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. ഏതാ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? x² - 4x. ഇവിടെ എന്ത് ആഡ് ചെയ്യണം? ഇതിന്റെ പകുതിയുടെ സ്ക്വയർ അല്ലെ. അപ്പൊ 4ന്റെ പകുതി 2, 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. അപ്പൊ +4 = ഇവിടെ എന്ത് വേണം? -2. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? നമ്മള് ഈ 4 ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ആഡ് ചെയ്യണം അല്ലെ. +4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x² - 4x + 4 = -2 + 4 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക, വലുതിന്റെ ചിഹ്നം അല്ലെ. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറക്കുമ്പോൾ നമുക്ക് 2, വലുതിന്റെ ചിഹ്നം പ്ലസ് അല്ലെ. അപ്പൊ നമുക്ക് 2. ഇനി എന്ത് വേണം? ഇതിന്റെ റൂട്ട്, ഇതിന്റെ റൂട്ട് അല്ലെ. x² റൂട്ട് എത്രയാണ്? x, ചിഹ്നം മൈനസ് 4ന്റെ റൂട്ട് എത്രയാണ്? 2. അപ്പൊ x - 2 ഹോൾ സ്ക്വയർ = 2. അങ്ങനെയാണെങ്കിൽ x - 2 എന്ത് വരും? x - 2 = ഇവിടെ സ്ക്വയർ അല്ലെ. സ്ക്വയർ മാറ്റുമ്പോൾ ഇവിടെ നമ്മൾ റൂട്ട് കൊടുക്കും. √2. അപ്പൊ √2 അല്ലെ. 2 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പൂർണ്ണവർഗം അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? അതിന്റെ √2 തന്നെ എഴുതാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 2 ആൻസറുകൾ വരും. ഒന്ന് ഏതായിരിക്കും? +√2 വരും അല്ലെ. √2 വരും. അല്ലെങ്കിൽ എന്ത് വരും? -√2 വരും. അപ്പൊ ഇവിടെ നമുക്ക് x - 2ന്റെ വില √2 ആവാം, അതല്ലെങ്കിൽ -√2 ആവാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് if x - 2 അതിന് √2 ആണെങ്കിൽ, +√2 ആണെങ്കിൽ എക്സിന്റെ വില എന്തായിരിക്കും? x = എന്തായിരിക്കും? √2
നെഗറ്റീവ് അങ്ങോട്ട് പോകുമ്പോൾ +2. അപ്പോൾ നമുക്ക് √2 + 2 കിട്ടി അല്ലേ? അപ്പോൾ അതിന് നമുക്ക് ഓർഡർ ഒന്ന് മാറ്റി എഴുതാം. 2 + √2 എന്ന് എഴുതാം. 2 + √2. വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ 2 ആദ്യം എഴുതി. 2 + √2. ഇനി x-2 നമ്മൾ നെഗറ്റീവ് √2 കൊടുത്താലോ? ഇഫ് x-2 = നെഗറ്റീവ് √2. ഈ വാല്യൂ നമ്മൾ കൊടുത്താലോ എക്സിന് എന്ത് കിട്ടും? x = നെഗറ്റീവ് √2 ഇവിടെ അല്ലെ? നെഗറ്റീവ് √2. ഈ -2 അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? +2 അല്ലെ? +2 ആയി. അപ്പൊ നെഗറ്റീവ് √2 + 2 അല്ലെ? അപ്പൊ നമുക്ക് ഇവിടുത്തെ പോലെ തന്നെ എന്ത് ചെയ്യാം? ആദ്യം 2 അല്ലേ? അപ്പൊ 2 നമുക്ക് ആദ്യം കൊടുക്കാം. അപ്പൊ 2 -√2 അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് x -2ന് √2 കൊടുക്കുമ്പോൾ എക്സിന്റെ വില 2 + √2 കിട്ടി. x-2ന് നമ്മൾ നെഗറ്റീവ് √2 കൊടുക്കുമ്പോൾ എക്സിന്റെ വില 2 - √2 കിട്ടി അല്ലെ? അപ്പൊ എക്സിന് നമുക്ക് 2 വാല്യൂകൾ കിട്ടി. അപ്പൊ നമുക്ക് എക്സിന് വാല്യൂ കിട്ടിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 4 - x എന്താവും നമുക്ക് നോക്കാം അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം ഇഫ് എക്സിന്റെ വില എക്സിന് നമുക്ക് 2 + √2 കൊടുത്താൽ 2 + √2 കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ നമ്പർ എന്തായിരിക്കും? അടുത്ത നമ്പർ അതർ നമ്പർ. രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കും? നമുക്കറിയാം 4 - x ആണ് അല്ലെ? 4 - x = 4 - എക്സിന്റെ വാല്യൂ നമ്മൾ ഏതാ കൊടുക്കുന്നത്? 2 + √2. 2 + √2. അപ്പൊ ഇവിടെ 2 പദം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. = എന്ത് വരും? 4 ബ്രാക്കറ്റ് മാറ്റേണ്ടി വരും അല്ലെ? -+, -2 -+, -√2 അല്ലെ? ഇത് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് 2 കൂടി കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറക്കുന്നതിന് പകരം ഓരോന്നും സെപ്പറേറ്റ് കുറയ്ക്കുക അല്ലെ? അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നാം എന്ത് പറയാറുണ്ട്? ബ്രാക്കറ്റ് പൊളിക്കുക. അതായത് നെഗറ്റീവ് കൊണ്ട് നമ്മൾ ഓരോന്നിനെയും ഗുണിക്കുന്നു. മനസ്സിലായല്ലോ? ഓക്കെ. 4 - 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 - √2. അപ്പൊ എക്സിന് 2 + √2 കൊടുക്കുമ്പോൾ മറ്റേ രണ്ടാമത്തെ സംഖ്യ എന്തായി മാറി? 2 - √2 കിട്ടും. ഓക്കെ. ഇനി നമുക്ക് ഇഫ് എക്സിന് നമുക്ക് അടുത്ത വാല്യൂ ഏതാണ്? 2 - √2 അല്ലെ? അത് കൊടുത്തു നോക്കാം. 2 - √2 കൊടുത്താലോ മറ്റേ സംഖ്യ രണ്ടാമത്തെ സംഖ്യ എന്ത് വരും? അതർ നമ്പർ. എന്ത് കിട്ടും നമുക്ക്? 4 - x തന്നെ അല്ലെ? 4 - x തന്നെ. അപ്പൊ ഇവിടെ നമുക്ക് 4 - എക്സിന്റെ വാല്യൂ 2 - √2. അപ്പൊ എന്ത് കിട്ടും? 4 മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് പൊളിക്കുമ്പോൾ -+, -2 വീണ്ടും -*, ശ്രദ്ധിക്കുക -*, +√2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4ൽ നിന്ന് 2 കുറച്ച 2 +√2. അപ്പൊ ഏതായിരിക്കും 2 സംഖ്യകള്? ഒന്നുകിൽ എക്സിന് 2 + √2 2 കൊടുക്കുമ്പോൾ ഏതാ വാല്യൂ കിട്ടി നമുക്ക്? 2 - √2 അല്ലെ? 2 - √2. ഒന്നുകിൽ ഈ 2 സംഖ്യകളാവാം. അതല്ലെങ്കിലോ നാം എക്സിന് ഏത് കൊടുത്തു? 2 - √2 കൊടുത്തപ്പോൾ ഇതിവിടെ എന്ത് കിട്ടി? 2 + √2 കിട്ടി. അപ്പൊ നമ്മുടെ നമ്പേഴ്സ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ എക്സിന് 2 + √2 കൊടുക്കുമ്പോൾ അടുത്ത സംഖ്യ 2 - √2 ആവും. ഇനി എക്സിന് 2 - √2 കൊടുത്താലോ അടുത്ത സംഖ്യ 2 + √2 ആവും. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, അതിൽ 3 ചോദ്യങ്ങളുണ്ട് അല്ലെ? അതിന് ആദ്യത്തെ എന്താണ്? നമുക്ക് ഒരു അരിതമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 55, 45, 35 അങ്ങനെ പോകുന്ന ഒരു അരിതമെറ്റിക് സീക്വൻസ്. എന്താണ് ആദ്യത്തെ ചോദ്യം? ഹൗ മെനി ടേംസ് ഓഫ് ദിസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 175 ആസ് ദി സം. അപ്പൊ എത്ര ടേമുകൾ തമ്മിൽ കൂട്ടിയാലാണ് 175 കിട്ടുക എന്നാണ് ചോദ്യം അല്ലെ? അപ്പൊ നമ്മൾ ഇതേ ടൈപ്പ് ചോദ്യം പലപ്പോഴും ചെയ്തിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം ഇത് 2 രീതിയിൽ ചെയ്യും അല്ലെ? ചില കുട്ടികൾ ഒരു രീതിയിൽ ചെയ്യും, മറ്റു കുട്ടികൾ വേറെ രീതിയിലും. അപ്പൊ രണ്ടും ഞാനിവിടെ വേഗം ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ നമുക്ക് സം വന്നിട്ടുണ്ട് അല്ലെ? അതായത് SN, സം ഓഫ് n ടേംസ് വന്നിട്ടുണ്ട് 175. ഓക്കെ. ഇനി ഇക്വേഷൻ വെച്ച് ചെയ്യുന്നവര് അല്ലെ, നമ്മുടെ പുതിയ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നവർ എന്ത് ചെയ്യണം? നമുക്ക് ഇക്വേഷൻ അറിയാലോ, n ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. എന്താണ്? 1/2, ശ്രദ്ധിക്കുക, 1/2 an
ഇൻറ്റു എൻ പ്ലസ് 1 പ്ലസ് എൻ ഇൻറ്റു ബി. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ, സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ. അത് നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്? 175 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എ അറിയണം, ബി അറിയണം അല്ലേ. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്നത് നമുക്കറിയാം കോമൺ ഡിഫറൻസ് ആണ് അല്ലെ, അതിനാണ് എ എന്ന് പറയുന്നത്. ഇവിടെ കോമൺ ഡിഫറൻസ് നോക്കിയാൽ അത് ശ്രദ്ധിക്കുക. കോമൺ ഡിഫറൻസ് 45 നിന്ന് 55 മൈനസ് ചെയ്യണം. ശ്രദ്ധിക്കുക, 45 മൈനസ് 55. 55 നിന്ന് 45 അല്ല, 45 നിന്ന് 55. അപ്പൊ എന്ത് വരും? നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം അല്ലേ. അപ്പൊ 55 നിന്ന് 45 കുറച്ച 10 കിട്ടി, വലുതിന്റെ ചിഹ്നം 10. അപ്പൊ നെഗറ്റീവ് 10 ആണ് കോമൺ ഡിഫറൻസ്, ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ബി അറിയണം അല്ലെ. ബി എന്തെന്ന് പറയുന്നത് എന്താണ്? ബി നമുക്കറിയാം. ബി എന്ന് പറയുന്നത് എന്താണ്? എഫ് മൈനസ് ഡി. അതായത് ഫസ്റ്റ് ടേം ഏതാണ്? 55. അതും ശ്രദ്ധിക്കണം. 55 നിന്ന് മൈനസ് ഡി, കോമൺ ഡിഫറൻസ് എത്രയാണ്? നെഗറ്റീവ് 10. കണ്ട, നെഗറ്റീവ് 10. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 55 മൈനസ് 10. അപ്പൊ 2 മൈനസ് കൂടി കൂടിക്കഴിഞ്ഞാൽ എന്ത് വരും? പ്ലസ് വന്നു. അപ്പൊ 55 പ്ലസ് 10 65. അപ്പൊ ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, നമ്മൾ ഈ വാല്യൂ ഇതിൽ കൊടുത്തോളൂ. 1/2 ഇൻറ്റു എ നമുക്കറിയാം നെഗറ്റീവ് 10, എൻ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് 1 പ്ലസ് എൻ ഇൻറ്റു ബി. എൻ ഇൻറ്റു ബി എത്രയാണ് നമുക്ക് കിട്ടിയത്? 65 അല്ലെ. അപ്പൊ 65 എൻ സീക്വൽ ടു 175. അപ്പൊ ഓക്കെ, ഇവിടെ നോക്കിയേ 2 ഉണ്ട്, ഇവിടെ 10 ഉണ്ട് അല്ലെ. നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ എത്ര വരും? 10 എത്ര 2 ഉണ്ട്? 5 2. ഇവിടെ ചിഹ്നം ശ്രദ്ധിക്കണം, നെഗറ്റീവ് 5 അല്ലെ. അപ്പൊ ഇനി ഇവിടെ എന്താ ഉള്ളത്? നെഗറ്റീവ് 5 എൻ ഉണ്ട് അല്ലെ. നെഗറ്റീവ് 5 എൻ ബ്രാക്കറ്റിലോ എൻ പ്ലസ് 1. ഇനി ഇത് എന്തുവാണ്? നമ്മൾ ഇത് പുറത്തുള്ളത് കൊണ്ട് ഓരോന്നിനെയും നമ്മൾ ഗുണിക്കണം വേണ്ടേ? ഓരോന്നിനെയും ഗുണിക്കണം. അപ്പൊ നെഗറ്റീവ് 5 എൻ ഇൻറ്റു എൻ, നെഗറ്റീവ് 5 എൻ ഇൻറ്റു എൻ അല്ല. അപ്പൊ എത്ര വരും? നെഗറ്റീവ് 5 എൻ ഇൻറ്റു എൻ, എൻ സ്ക്വയർ. അപ്പൊ നെഗറ്റീവ് 5 എൻ സ്ക്വയർ. ഇനി നോക്കിയാൽ നെഗറ്റീവ് 5 എൻ ഇൻറ്റു 1 അല്ലെ. എന്ത് വരും? അപ്പോ നെഗറ്റീവ് 5 എൻ. മനസ്സിലായല്ലോ? ഓരോന്നും ഈ നെഗറ്റീവ് 5 കൊണ്ട് 2നെയും നമ്മൾ ഗുണിക്കുന്നു. അപ്പൊ ഇത് കഴിഞ്ഞു. പ്ലസ് 65 എൻ സീക്വൽ ടു 175. ഇനി നെഗറ്റീവ് 5 എൻ സ്ക്വയർ. ഇവിടെ നെഗറ്റീവ് 5 എന്നും പ്ലസ് 65 എന്നും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങൾ. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. അപ്പൊ 65 നിന്ന് 5 കുറച്ചാൽ 60. ചിഹ്നം ഏതായിരിക്കും? പ്ലസ് അല്ലെ. അപ്പൊ പ്ലസ് 60 എൻ സീക്വൽ ടു 175. ഇവിടെ നോക്കിയാൽ നെഗറ്റീവ് 5 എൻ സ്ക്വയർ അല്ലെ. എൻ സ്ക്വയർ വർഗമാണ്, പക്ഷെ ഇവിടെ ഒരു 5 കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് 5 ഒഴിവാക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യാം? 5 കൊണ്ട് എല്ലാ ഗുണിക്കുമ്പോൾ ഹരിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും ഹരിക്കണം, ഒരെണ്ണത്തിനെ മാത്രം ഹരിക്കാൻ പാടില്ല. അപ്പൊ എന്ത് വരും? 5 5 ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി മൈനസ് എൻ സ്ക്വയർ. ഇവിടെ 60നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന എത്ര വരും? 12 അല്ലെ. 12. അപ്പൊ 12 എൻ സീക്വൽ ടു 175 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 25 5 അല്ലെ. അപ്പൊ 35. ഇനി നമുക്ക് നോക്കിയാൽ ഇവിടെ ചിഹ്നം നെഗറ്റീവ് ആണ് അല്ലെ. അതുകൊണ്ട് ചിഹ്നം മാറ്റുന്നു. അപ്പൊ നെഗറ്റീവ് എൻ സ്ക്വയറിന് നമ്മൾ ചിഹ്നം മാറ്റി പോസിറ്റീവ് എൻ സ്ക്വയർ ആക്കി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒക്കെ ചിഹ്നം മാറ്റാം. ഇവിടെ പ്ലസ് ഉള്ളൂ. അപ്പൊ മൈനസ് 12 എൻ ആയി സീക്വൽ ടു പ്ലസ് 35 എന്നുള്ള നെഗറ്റീവ് 35 ആയി. അപ്പൊ എല്ലാത്തിന്റെയും ചിഹ്നം നമ്മൾ മാറ്റി. ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് പണിയാം? ഇവിടെ ഹരിക്കുന്നതിന് പകരം ഞാനിവിടെ 2 സ്റ്റെപ്പായി ചെയ്തെന്നുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഹരിക്കുന്നതിന് പകരം നെഗറ്റീവ് 5 കൊണ്ട് തന്നെ ഹരിക്കാം. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ടതെന്ന് വെച്ചാൽ ഞാൻ 2 സ്റ്റെപ്പാക്കി ചെയ്തത്. അപ്പൊ നെഗറ്റീവ് 5 കൊണ്ട് തന്നെ ഇവിടുന്ന് ഹരിച്ചാൽ തന്നെ നമുക്കിവിടെ ഒറ്റയടിക്ക് എൻ സ്ക്വയർ മൈനസ് 12 എൻ ഇങ്ങനെ കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ഞാനിവിടെ 5 കൊണ്ട് ഹരിച്ചു, അതിനുശേഷം ചിഹ്നം മാറ്റി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ ചെയ്യാം. അറിയാവുന്ന കുട്ടികൾക്ക് ഒറ്റയടിക്ക് തന്നെ ചെയ്താലും മതി. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി അല്ലെ. ഇനി നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ n/2 ഇൻറ്റു x1 പ്ലസ് xn അല്ലെ. ആ ഇക്വേഷൻ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടാവും. അവരെന്ത് ചെയ്യണം? അത് ഞാനൊന്ന് വേഗം ഒന്ന് ചെയ്തിടാം. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ ഈ ഇക്വേഷൻ n/2 ഇൻറ്റു x1 പ്ലസ് xn എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന കുട്ടികൾ ഞാൻ ഇവിടെ വേഗം ഒന്ന് എഴുതിയിട്ടാണ്. അവരെന്ത് ചെയ്യണം? സീക്വൽ ടു 175 അല്ലെ. അപ്പൊ ഇവിടെ n/2 ഇൻറ്റു x1 ഒന്നാമത്തെ പദം നമുക്കറിയാം 55. അപ്പൊ 55 പ്ലസ് xn നമ്മൾ കണ്ടുപിടിക്കണം. xn എന്ന് പറഞ്ഞാൽ dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി നമുക്കറിയാം, കോമൺ ഡിഫറൻസ് നമുക്കറിയാം 10 എൻ പ്ലസ് എഫ് മൈനസ് ഡി അല്ലെ. എഫ് മൈനസ് ഡി എന്തായാലും ഫസ്റ്റ് ടേമിൽ നിന്ന് ഡി കുറച്ച് കഴിഞ്ഞാൽ 65. അപ്പൊ 65. അപ്പൊ നമുക്ക് മൈനസ് 10 എൻ പ്ലസ് 65 കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ n/2 ഇൻറ്റു x1 55 കൊടുത്തു പ്ലസ് xn. xn എന്ന് പറഞ്ഞാൽ 10 എൻ പ്ലസ് എഫ് മൈനസ് ഡി. എഫ് മൈനസ് ഡി എന്തായാലും ഫസ്റ്റ് ടേമിൽ നിന്ന് ഡി കുറച്ച് കഴിഞ്ഞാൽ 65. അപ്പൊ 65. അപ്പൊ നമുക്ക് മൈനസ് 10 എൻ പ്ലസ് 65 കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ n/2 ഇൻറ്റു x1 55 കൊടുത്തു പ്ലസ് xn
-10n പ്ലസ് 65 അല്ലേ. അപ്പൊ നമ്മൾ ഇത് ആദ്യം എഴുതി, ഇത് രണ്ടാമത് എഴുതി, അത്രേ ഉള്ളൂ. നമ്മൾ തിരിച്ചെഴുതി 65 ആദ്യം എഴുതി, 65 -10n എങ്ങനെ എഴുതാനും കുഴപ്പമില്ല. ഇസ് ഈക്വൽ ടു 175. ഇനി n/2 ഇസ് ഈക്വൽ ടു ഇത് തമ്മിൽ കൂടി കൂട്ടി, അപ്പൊ നമുക്ക് 120 കിട്ടി. -10n ഇസ് ഈക്വൽ ടു 175. ഇനി എന്ത് ചെയ്തു, ഈ രണ്ടിനെ നമ്മൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി. മനസ്സിലായില്ലേ? ഈ രണ്ടിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ n ഇൻറ്റു ബാക്കി എന്ത് വരും, 120 -10n ഇസ് ഈക്വൽ ടു 175 ഇൻറ്റു 2. ഈ 2 ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ നമുക്ക് 350 കിട്ടി. ഇനി നോക്കിയേ, n ഇൻറ്റു 120 120n മൈനസ് n ഇൻറ്റു 10n 10n² ഇസ് ഈക്വൽ ടു 350. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ n² അല്ലെ, n² നമ്മൾ ആദ്യം എഴുതി. അപ്പൊ -10n² പ്ലസ് 120n ഇസ് ഈക്വൽ ടു 350. ഈ ഓർഡർ ഒന്ന് മാറ്റി എഴുതി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ n² ആണ്. അപ്പൊ നമ്മുടെ 10 കൂടുതലുണ്ട് അല്ലെ. അപ്പൊ 10നെ കളയാൻ വേണ്ടി നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോയപ്പോൾ തോന്നുന്നു നമുക്കൂടെ ഇവിടെ നമുക്ക് -n² ആയി അല്ലെ. കട്ട് ക്യാൻസൽ -n². ഇവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നപ്പോൾ തോന്നുന്നു 12n വന്നു ഇസ് ഈക്വൽ ടു ഇതും പോയി, ബാക്കി 35 വന്നു. ഇനി നമ്മൾ ഇതിന്റെ ഒക്കെ ചിഹ്നം മാറ്റി. അപ്പൊ എന്തായി, n² -12n ഇസ് ഈക്വൽ ടു -35. കണ്ടല്ലോ, ഈ ഇക്വേഷൻ കിട്ടി. അപ്പൊ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അത് ഇവിടെ തന്നെയാണ് ചെയ്തിടാൻ പോകുന്നത്. നോക്കിയേ, ഇവിടെ തന്നെ ഞാൻ ചെയ്തിടാൻ പോകുന്നത്. ഈ ഇക്വേഷൻ നമുക്ക് കിട്ടി അല്ലെ. അതായത് n² -12n അല്ലെ ഇസ് ഈക്വൽ ടു -35. ഇവിടെ നമ്മൾ ഏത് ആഡ് ചെയ്യണം, ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യണം അല്ലെ. പകുതി എത്രയാണ്, 12ന്റെ പകുതി 6. 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36. അപ്പൊ നമ്മൾ 36 നമ്മൾ ആഡ് ചെയ്തു. ഈക്വൽ ടു ഇവിടെ -35 ഉണ്ട്, അതിന്റെ കൂടെ ഒരു 36 കൂടി ആഡ് ചെയ്തു. മനസ്സിലായല്ലോ, ഇത് 2 36 നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നമ്മൾ എങ്ങനെ മാറ്റി എഴുതാം, ഇതിന്റെ റൂട്ട് അല്ലെ, n² റൂട്ട് n, ചിഹ്നം മൈനസ്, 36ന്റെ റൂട്ട് 6. അപ്പൊ n - 6 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു -35 പ്ലസ് 36 എത്ര വരും, വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടാന്ന് പറയുമ്പോ 1 അല്ലെ, 1 കിട്ടി. അപ്പൊ n - 6 ഹോൾ സ്ക്വയർ 1 ആണെങ്കിൽ n - 6 എന്ത് വരും, ഈക്വൽ ടു റൂട്ട് 1. അപ്പൊ റൂട്ട് 1 എന്ന് പറയാൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് +1 ആവാം അല്ലെങ്കിൽ -1 ആവാം. അപ്പൊ നമുക്ക് ഇഫ് നേരത്തെ ചെയ്തതേപോലെ തന്നെ n - 6ന്റെ വാല്യൂ പോസിറ്റീവ് 1 കൊടുക്കുകയാണെങ്കിൽ n എത്ര വരും, n ഈസ് ഈക്വൽ ടു 1, ഈ -6 അങ്ങോട്ട് പോകുമ്പോൾ +6 ഈക്വൽ ടു നമുക്ക് 7 കിട്ടി ഉത്തരം അല്ലെ. ഇനി ഇഫ് n - 6 നെഗറ്റീവ് 1 ആണെങ്കിലോ n ന്റെ വാല്യൂ എത്ര വരും, n ഈസ് ഈക്വൽ ടു ഈ -1 അവിടെ ഉണ്ട്, ഈ -6 അങ്ങോട്ട് പോകുമ്പോൾ +6 ആയി. അപ്പൊ എന്തോന്നു, നമുക്ക് 6ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാല് 5. അപ്പൊ നമുക്കിവിടെ 2 ഉത്തരങ്ങൾ കിട്ടി. നമ്പർ ഓഫ് ടേംസ് എത്ര ടേമുകളാവാം, 5 ടേമുകൾ ഉണ്ടെങ്കിലും നമുക്ക് 175 കിട്ടും. 7 ടേമുകൾ ഉണ്ടെങ്കിലും നമുക്ക് 175 കിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് 5 ടേം കൂട്ടിയാലും 7 ടേം കൂട്ടിയാലും ഒരേ ഉത്തരം കിട്ടുന്നത്? സ്വാഭാവികമായി നമുക്ക് തോന്നല്ലേ, ഈ 5 ടേം കൂട്ടിക്കഴിഞ്ഞാൽ 175, 7 ടേം കൂട്ടിക്കഴിഞ്ഞാൽ 175. അതെങ്ങനെ ശരിയാവാന്ന് നിങ്ങൾക്ക് ഒരു പക്ഷെ തോന്നും അല്ലെ. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ സീക്വൻസിലെ 7 ടേമുകൾ എന്ന് പറഞ്ഞാൽ 55, 45, 35 അങ്ങനെ 10 കുറഞ്ഞു പോകുന്നു അല്ലെ. 25, 15, 5 പിന്നെ -5 ആണ് വരിക. അപ്പൊ നമ്മൾ 5 ടേമുകൾ കൂട്ടാന്ന് പറയുമ്പോൾ ഇത്ര ടേമുകൾ നമ്മൾ കൂട്ടുന്നു അല്ലെ. ഇതിന്റെ ഉത്തരം എത്രയാണ്, 175. ഇനി 7 ടേമുകൾ കൂട്ടിയാലോ, ഇത് രണ്ടും കൂടി പെടും അല്ലെ. ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് മൊത്തം പെടും. ഇവിടെ നോക്കിയാൽ 5ഉം -5ഉം ആണ്. 5ഉം -5ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്, 0 ആയി പോയി അല്ലെ. അതായത് ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0 ആയി. അപ്പൊ നമുക്ക് 7 ടേം കൂട്ടിയാലും 5 ടേം കൂട്ടിയാലും നമുക്ക് ഇതേ ഉത്തരം തന്നെ കിട്ടും. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. ഓക്കെ, രണ്ടാമത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, സം ഓഫ് ടേംസ് 150 കിട്ടണം അല്ലെ. അങ്ങനെയാണെങ്കിൽ എത്ര ടേംസുകൾ തമ്മിൽ കൂട്ടണം, ഇതാണ് ചോദ്യം. നമ്മൾ ഇനി നേരത്തെ ചെയ്തു അതേപോലെ തന്നെ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. നമുക്കറിയാം നാം SN അല്ലെ, സം ഓഫ് n ടേംസ് 150 എന്ന് എഴുതി. ഇനി നമുക്കറിയാലോ, ഇക്വേഷൻ അറിയാലോ, ഹാഫ് an into n plus 1 plus n into b അല്ലെ, ഈക്വൽ ടു എത്രയാണ്, 180 ആണ്. ഇവിടെ ഹാഫ് ഇൻറ്റു എ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു അല്ലെ. എ നമുക്കറിയാം കോമൺ ഡിഫറൻസ് ആണ്, ഇൻറ്റു -10 n ഇൻറ്റു n പ്ലസ് 1 പ്ലസ് n ഇൻറ്റു ബി അല്ലെ. n ഇൻറ്റു ബി നമ്മൾ കണ്ടുപിടിച്ചില്ലേ, എത്രയാണ് നമുക്ക് കിട്ടിയത്, 65n അല്ലെ. അപ്പൊ 65n ഈക്വൽ ടു 180. ഇത് നമുക്കിത് രണ്ടിനെ കട്ട് ചെയ്ത് കളഞ്ഞു 5 പ്രാവശ്യം. അപ്പൊ എന്ത് വന്നു, -5n ഇൻറ്റു
n+1 പ്ലസ് 65n = 180. ഇനി ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിനെയും ഗുണിക്കണം അല്ലേ? അപ്പൊ -5n × n -5n² പ്ലസ് ഇൻറ്റു മൈനസ് -5n അല്ലേ? 1 × -5n -5n ഇത് കഴിഞ്ഞു പ്ലസ് 65n = 180. ഇനി ഇവിടെ നോക്കിയേ, -5n² -5n പ്ലസ് 65n. അപ്പൊ കുറയ്ക്കുമ്പോൾ എത്ര വരും? പ്ലസ് 60n = 180. ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ n² അല്ലേ? 5 കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ -5 കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഡിവൈഡ് അടിക്ക് പോകും അല്ലേ? അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്ത് വരും? -n² പ്ലസ് 12 അല്ലേ? 12. അപ്പൊ 12n = എത്ര പോവും? 15 ന് 3, 30 ന് 6 5 30. അപ്പൊ നമുക്ക് -n² പ്ലസ് 12n = 36 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ചിഹ്നം മാറ്റണമെങ്കിൽ എല്ലാത്തിന്റെയും ചിഹ്നം മാറ്റാം. n² -12n = -36. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിടക്കാൻ പോണ്. ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ? ഏതാ ആഡ് ചെയ്യേണ്ടത്? ഇങ്ങോട്ട് നോക്കിയാൽ n² -12n. ഇവിടെ നമ്മൾ 12ന്റെ പകുതി 6, 6ന്റെ സ്ക്വയർ 36 അല്ലെ? അപ്പൊ പ്ലസ് 36 = ഇവിടെ 36 ഉണ്ട്, -36 ഉണ്ട്, പ്ലസ് ഒരു 36 കൊണ്ട് നമ്മൾ ആഡ് ചെയ്തു. മനസ്സിലായല്ലോ? ഈ 36 നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇനി നമുക്ക് നോക്കിയാൽ ഇതിന്റെ അല്ലെ n² എന്ന് പറഞ്ഞാൽ n² റൂട്ട് n, ചിഹ്നം മൈനസ്, 36ന്റെ റൂട്ട് എത്രയാണ്? 6. അപ്പൊ n - 6² = -36 പ്ലസ് 36 എത്രയാണ്? 0 അല്ലെ? 0. അപ്പൊ ഇവിടെ 0. അപ്പൊ n - 6² = 0. അങ്ങനെയാണെങ്കിൽ n - 6 എത്ര വരും? n - 6 ഇത് 0യുടെ റൂട്ട് അല്ലെ? അതായത് 0 തന്നെ. അപ്പൊ n - 6 0 ആണെങ്കിൽ n എന്ത് വരും? n = ഈ 6 - 6 അങ്ങോട്ട് പോകുമ്പോൾ +6. കണ്ടില്ലേ? അപ്പൊ n ന്റെ വാല്യൂ 6. അപ്പൊ ഇവിടെ 6 ടേമുകളുടെ സമ്മാണ് 180. അപ്പൊ ഇവിടെ ഞാൻ n/2 × x1 + xn അല്ലെ? ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് ഞാൻ ഇതുവരെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നവര് n/2 × x1 + xn അത് ഉപയോഗിക്കുന്നവർ എങ്ങനെ ചെയ്യണം? ഇതേ രൂപത്തിൽ തന്നെ അല്ലെ? അപ്പൊ n/2 × x1 നമുക്കറിയാം 55, xn നമ്മൾ കഴിഞ്ഞതിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് 65 - 10n അല്ലെ? നമുക്ക് കഴിഞ്ഞതിൽ കിട്ടിയിട്ടുണ്ട് = 180. ഇനി n/2 × തമ്മിൽ കൂട്ടുമ്പോൾ 120 -10n = 180. ഇനി n ഈ രണ്ടിനെ നമ്മൾ ബൈ 2 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ n × 120 - 10n = 180 × 2. ഈ 2 അങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ നമുക്ക് 360 കിട്ടി. 180 × 2 360. ഇനി നമുക്ക് ഓരോന്ന് കൊണ്ട് നമ്മൾ ഗുണിക്കുന്നു. അപ്പൊ 120n - 10n² കണ്ടില്ലേ? = 360. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ഓർഡർ ഒന്ന് മാറ്റി എഴുതി. 10² നമ്മൾ മുന്നും ആദ്യം എഴുതി. അപ്പൊ -10n² പ്ലസ് 120n = 300. ഓർഡർ മാറ്റി എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 10 കൂടുതലുണ്ട് അല്ലെ? അപ്പൊ 10 നമ്മൾ ഡിവൈഡ് ചെയ്ത് കളഞ്ഞു. 10 കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇത് ക്യാൻസൽ ആയി പോയി. അപ്പൊ n² -n², ചിഹ്നം ശ്രദ്ധിക്കുക, -n². ഇവിടെ നമ്മൾ ക്യാൻസൽ ആയി കഴിഞ്ഞപ്പോൾ 12n = ഈ 0 0 പോയി 36. ഇനി നമ്മൾ ചിഹ്നങ്ങൾ മൊത്തം മാറ്റി. അപ്പൊ n² - 12n = -36 അല്ലെ? അപ്പൊ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തി. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഇതേപോലെ ചെയ്യാം. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തത്. എത്ര ടേമുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടും അല്ലെ? Sn = 0 കിട്ടും അല്ലെ? അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്കറിയാം, ഇക്വേഷൻ അറിയാം. ½ an × n+1 പ്ലസ് n × b = 0 അല്ലെ? ഇനി ½ a നമുക്കറിയാലോ എത്രയാണ്? ½ × -10n n+1 എന്ന് പറഞ്ഞാൽ n+1 തന്നെ പ്ലസ് n × b നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 65n അല്ലെ? നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് = 0. 2 10 5 പ്രാവശ്യം. ഇനി നോക്കിയേ, -5n × n+1 നമ്മൾ ഓരോന്നിനും എങ്ങനെ ഗുണിക്കണം അല്ലെ? അപ്പൊ -5n × n എന്ന് പറഞ്ഞാൽ -5n². നെഗറ്റീവിന്റെ പോസിറ്റീവ് നെഗറ്റീവ്. 5n × 1 5n പ്ലസ് 65n = 0.
അപ്പോൾ നമുക്കിവിടെ -5n². ഇവിടെ -5n പ്ലസ് 65 അല്ലേ? അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. അപ്പോൾ നമ്മൾ പ്ലസ് 60n കിട്ടി. ഇതിൽ നിന്ന് ഇത് കുറച്ചു, അപ്പോൾ 60 കിട്ടി. ഇതിന്റെ ചിഹ്നം പ്ലസ് 60n = 0. ഇനി നമുക്ക് എന്ത് വേണം? ഈ n² 5 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 5 കൊണ്ട് 3 എണ്ണത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -n² പ്ലസ് 12 അല്ലേ? 12n = 0/5 0. നമ്മൾ ചിഹ്നം മാറ്റുമ്പോഴോ n² -12n = 0. ഇനി നമുക്ക് നോക്കിയാൽ നമ്മൾ മുമ്പ് ചെയ്യാറുള്ള പോലെ തന്നെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? ആര് ആഡ് ചെയ്യും? അപ്പം നോക്കിയാൽ n² -12n ഇതിന്റെ പകുതിയുടെ സ്ക്വയർ, 12ന്റെ പകുതി 6, 6ന്റെ സ്ക്വയർ 36. അപ്പൊ പ്ലസ് 36 = ഇവിടെ 0 ആണ്, അതിന്റെ കൂടെ 36 കൂടി ആഡ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? n² -12n + 36. അപ്പൊ ഇതെന്താവും? ഇതിന്റെ റൂട്ട് എത്രയാണ്? n, ചിഹ്നം മൈനസ്, ഇതിന്റെ റൂട്ട് 6. അപ്പൊ n-6² = 36. അങ്ങനെയാണെങ്കിൽ n-6 എന്ത് വരും? റൂട്ട് 36 അല്ലെ? റൂട്ട് 36 റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6 അല്ലെ? അപ്പൊ +6 വരാം ഓർ -6 വരാം അല്ലെ? പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പൊ നമുക്ക് n-6 പോസിറ്റീവ് 6 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് n-6 = പോസിറ്റീവ് 6 ആണെങ്കിൽ n എന്ത് വരും? n = 6. ഈ -6 അങ്ങോട്ട് പോകുമ്പോൾ +6 അല്ലെ? 12. ഇനി ഇഫ് n-6 -6 ആണെങ്കിലോ? -6 ആണെങ്കിലോ n = -6. ഈ -6 അങ്ങോട്ട് പോകുമ്പോൾ +6 = 0. അപ്പൊ ഇവിടെ നമുക്ക് n ന് ഏതൊക്കെ വില കിട്ടി? 12 കിട്ടി, 0 കിട്ടി അല്ലെ? അപ്പൊ ഇവിടെ 12 ടേമുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ഉത്തരം 0 കിട്ടും അല്ലെ? അതല്ലെങ്കിൽ 0 ടേമുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെ? അപ്പൊ 0 ടേം എന്ന് പറഞ്ഞാൽ 0 തന്നെ. അപ്പൊ ഇവിടെ n/2 × x1 + xn = അല്ലെ? ആ രീതിയിൽ നമ്മൾ സമ്പ് കണ്ടുപിടിക്കുന്നവർ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഇക്വേഷൻ കിട്ടും. n² -12n = 0 അല്ലെ? n² -12n = 0. മനസ്സിലായല്ലോ? ഈ രൂപത്തിലേക്ക് എത്തി. അത് കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ ചെയ്യാം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ, അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അവസാനിച്ചു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തുറന്ന് കമന്റ്സിൽ അറിയിക്കണം. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക.